എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 3 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഒരു രേഖാചിത്രം. ജോഫിൻ ടിജാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ. ചിത്രത്തിൻ്റെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം 1,92,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ കേരള ഷെയർ കളക്ഷൻ 85 ലക്ഷത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ രേഖാചിത്രം മാറിയിരിക്കുകയാണ്. അതേസമയം കർണാടകം ബോക്സ് ഓഫീസിൽ നിന്നും രേഖാചിത്രം ആദ്യ ദിനം 20 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും 5 ലക്ഷം രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 2 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം ആദ്യ ദിനം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് രേഖാചിത്രം എന്ന സിനിമ ആദ്യ ദിനം 2,22,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ രേഖാചിത്രം എന്ന സിനിമ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4,04,00,000 റേഞ്ചിലാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഫിഗർ പുറത്തുവന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ആ ഒരു എസ്റ്റിമേറ്റിലേക്ക് ചിത്രം എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനുവരി മാസം 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ടോവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ഐഡൻറ്റിറ്റി. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവരുടെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 8 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 8-ാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിൻ്റെ കേരള ഗ്രോസ് കളക്ഷൻ 7,16,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ 8 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 10 കോടിയിലേക്ക് ചിത്രത്തിൻ്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് ഐഡൻറ്റിറ്റി എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 20-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഹെവി വയലൻസ് ഏറിയ സിനിമ കൂടിയാണല്ലോ മാർക്കോ. നിലവിൽ 21 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 21-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 22 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിൻ്റെ കേരള ഗ്രോസ് കളക്ഷൻ 40,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം മാർക്കോ എന്ന സിനിമയുടെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ അവിടെ 6 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടകം ബോക്സ് ഓഫീസിൽ ചിത്രം 4,30,00,000 രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ 2,80,00,000 ചിത്രം എത്തിയിരിക്കുകയാണ്. അതേസമയം ഹിന്ദി ബെൽറ്റിൽ നിന്നും 13 കോടി രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 21 ദിവസങ്ങൾ കൊണ്ട് 66,25,00,000 രൂപയും അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 98 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്കും മാർക്കോ എത്തപ്പെടാൻ പോവുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.